അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ ജംഗ്ഷനിൽ ഇരുഭാഗത്തുമുള്ള സർവീസ് റോഡുകൾ അപകടപാതയായി മാറുന്നു. സർവീസ് റോഡുകളിൽ സ്ലാബുകൾ ഇളകിക്കിടക്കുന്നതും റോഡിന്റെ നിരപ്പിൽ ഉയരവ്യത്യാസമുള്ളതും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി യാത്രക്കാർ. ദേശീയപാത ആമ്പല്ലൂരിൽ ചാലക്കുടി ഭാഗത്ത് നിന്ന് തൃശൂരിലേക്കുള്ള സർവീസ് റോഡിൽ ബുധനാഴ്ച സ്കൂട്ടറിൽ നിന്ന് വീണ യാത്രക്കാരി ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചതാണ് ഒടുവിലത്തെ സംഭവം. വെണ്ടൂർ സ്വദേശി മഞ്ഞളി ബാബുവിന്റെ ഭാര്യ ബിജിയാണ് മരിച്ചത്. പുതുക്കാട് സിഗ്നൽ കഴിഞ്ഞ് ദേശീയപാതയിലൂടെ 2 ട്രാക്കുകളിലായി അതിവേഗത്തിലെത്തുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ഒറ്റ വരിയായി ചുരുങ്ങും. വലിയ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോകളും കോൺക്രീറ്റ് സ്ലാബുകൾക്ക് മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ സർവീസ് റോഡുകളും ദേശീയപാതയും ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങൾ സുരക്ഷിതമായല്ല നിർമ്മിച്ചിരിക്കുന്നത്. റോഡും കോൺക്രീറ്റ് സ്ലാബുകളും തമ്മിൽ ഉയരവ്യത്യാസവും കുഴികളുമുണ്ട്. റോഡിൽ നിന്ന് സ്ലാബിലേക്ക് കയറുന്ന ഇരുചക്ര വാഹനങ്ങളാണ് തെന്നിമറിഞ്ഞ് പതിവായി അപകടത്തിൽപ്പെടുന്നത്. നമ്മളുടെ ഈ ഹൈവേ പണിയില് ഒരുപാട് ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 3-4-5 മാസം മുമ്പാട് ഒരു ചേച്ചിയും ചേട്ടനും വന്നിട്ട് ഈ എഡ്ജിൽ കയറിയിട്ട് ഈ ഹൈവേ പണി ചുവല്ലാത്ത കാരണം റോഡിലേക്ക് ചേച്ചി വീണു, പുറത്തേക്ക് ചേട്ടൻ വീണു. ആ ചേച്ചി മരിച്ചു. ഇപ്പൊ ഇന്നലെ ഉണ്ടായി വെണ്ടൂരിലുള്ള ഒരു ചേച്ചി ഈ വണ്ടിയുടെ അടിയിൽ പെട്ടു. ഇതേപോലെ എഡ്ജിന് കയറി മറിയാ അല്ലെങ്കിൽ വണ്ടിയുടെ സൈഡ് തട്ടാ. അത് എന്തുകൊണ്ടാണ്? ഹൈവേ പണി കറക്റ്റ് അല്ല. എല്ലായിടത്തും എഡ്ജാണ്. ഒരു വണ്ടിക്ക് പോലുള്ള സ്ഥലമില്ല. അത് ശരിയാക്കാനുള്ള ഒരു പ്രാപ്തി ഈ ഹൈവേ പണിക്കാർക്കോ അല്ലെങ്കിൽ അതിന്റെ അധികൃതർക്കോ ഇല്ല. അതൊന്നും നേരെയാക്കണം എന്ന് പറയാനാണ് ഇപ്പൊ ഞാൻ ഇതിൽ നിൽക്കുന്നത്. ഇപ്പൊ ഒരു ചാറ്റം വീണു, ഭാഗ്യത്തിന് പുറത്തേക്ക് വീണ കാരണം വണ്ടി കയറിയില്ല. തൊട്ട് പിന്നിൽ വണ്ടി ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹൈവേ പണിക്കാരായാലും ഇതിന് നേതൃത്വം നൽകുന്നത് ആരായാലും ഇതൊന്ന് ചെയ്ത് തന്നില്ലെങ്കിൽ ഒരുപാട് ജീവനോടെ പൊലിയും. അല്ലെങ്കിൽ ഇതിനും വലിയ പ്രതിഷേധം ഇവിടെ ഞങ്ങൾ സംഘടിപ്പിക്കും. ഇതിലൊരു സംശയമില്ല. തിരക്കേറിയ സമയങ്ങളിൽ വാഹനങ്ങൾ കൂട്ടി ഉരസലും കൂട്ടിയിടികളും പതിവാണ്. ഈ സമയം തർക്കങ്ങളും പലപ്പോഴും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. സർവീസ് റോഡിലെ കുഴികളും അശാസ്ത്രീയതയും നിലനിർത്തുന്നത് ദേശീയപാതയിലൂടെ ദിനവും സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് വാഹനങ്ങളെയും യാത്രക്കാരെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഈ 2 പോയിന്റിൽ രണ്ടും എഡ്ജിൽ വ്യത്യാസമുണ്ട്. ഒരെണ്ണം ഹൈറ്റ് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ബൈക്കുകൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് സ്ലിപ്പായിട്ട് വീഴാനുള്ള ചാൻസും, പിന്നെ അതുപോലെ ഈ വരുന്ന ഇതിൽ ബാരിക്കേഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഹോളുകൾ വരുമ്പോൾ അതിന് മുകളിൽ ഇവർ ചെയ്യുന്നത് സിമെന്റ് ഇട്ട് അടയ്ക്കുക ചെയ്യുന്നത്. ഈ സിമെന്റ് ഇട്ട് അടച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അത് ഹൈറ്റ് കൂടുകയും ചെയ്യുക. ഈ ബൈക്ക് വരുമ്പോൾ അതിന് ടയർ സൈസൊക്കെ ചെറിയ സൈസാണ് വരിക. അതിൽ നമ്മൾ തട്ടിയിട്ട് വീണ്ടും നമ്മൾ അപ്പുറ സൈഡിലേക്ക് വീഴും. അത് ഓൾറെഡി വണ്ടികൾ വന്ന് നമുക്ക് ആക്സിഡന്റ് പറ്റും. ഇന്നലെ ഉണ്ടായ സംഭവം സെയിം അവിടെ ഉണ്ടായിരുന്നത്. ഒരു 6 മാസം മുമ്പ് ഇവിടെ ഒരാൾ ഇതേ ഫാമിലി 2 പേരും മരിച്ചു. 6 മാസം മുമ്പ് സെയിം പ്രൊസീജിയറാണ് ഉണ്ടായത്. ഇവിടെ ഇന്നലെ മരിച്ചത്. അതിന് പുറമെ ഇപ്പോൾ നമ്മൾ ഈ ബൈക്ക് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ആക്സിഡന്റ് ഇവിടെ നടന്നു. അതിനെന്തോ ഭാഗ്യത്തിന് നീർമിസ് പോലെ അപ്പുറത്തേക്ക് വീണില്ല. അത് വീണെങ്കിൽ കാറ് അല്ലെങ്കിൽ ബസ് വന്നു കഴിഞ്ഞാൽ ആള് മരണപ്പെട്ടന്നെ. ഇവിടെ ഒരു തീരുമാനം ഇതുവരെ ഇത് റോഡ് അതോറിറ്റി ഫുള്ളായിട്ട് നോക്കുന്നില്ല. അവർ വന്നു ഹോളടിക്കുക. ഇനിയിപ്പോൾ ഉണ്ടാകുമ്പോൾ മഴക്കാലം വരണേ, ഇതിനേക്കാളും പ്രശ്നം ഉണ്ടാവും. ഇതൊന്നും പറയാ ആൾക്കാർക്ക് ആൾക്കാർ പോകുമ്പോഴാണ് മനസ്സിലാവുക എങ്ങനെയാണ് അതിന്റെ ബുദ്ധിമുട്ട്. നമുക്ക് റീപ്ലേസ് ചെയ്യുന്ന ആൾക്കാരില്ലല്ലോ. ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ ആമ്പല്ലൂർ ജംഗ്ഷന് സമീപത്തെ പെട്രോൾ പമ്പിന് മുൻപിൽ തകർന്ന സ്ലാബ് വലിയ അപകട ഭീഷണിയായി മാറിക്കഴിഞ്ഞു. കോൺക്രീറ്റ് തകർന്ന് കമ്പികൾ പുറത്തു വന്ന നിലയിലാണ്. സർവീസ് റോഡിൽ കുഴി രൂപപ്പെട്ടതോടെ ദേശീയപാതയിൽ വീണ്ടും ഗതാഗതക്കുരുക്കും തലപ്പൊക്കുന്നു. റോഡിന്റെ നിലവാരം തകർന്നതോടെ ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് ദേശീയപാത അതോറിറ്റി തിരിച്ചു പിടിച്ചിരിക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ആമ്പല്ലൂർ ജംഗ്ഷനിൽ NH ഹൈവേയിൽ സർവീസ് റോഡുകളിലെ എല്ലാ സ്ലാബുകളും പൊട്ടിപ്പൊളിഞ്ഞും വൻ കുഴികളുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ജില്ലാ കളക്ടറും NHന്റെ ഈ പാലക്കാട് യൂണിറ്റ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ നാഷണൽ ഹൈവേയിൽ പൊട്ടിക്കിടക്കുന്ന സ്ലാബുകളും അതിന് മുകളിൽ ഒരു ടാറിംഗ് നടത്തി ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ട നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ വൻ അപകടം ഉണ്ടാകും എന്നും ഓർമ്മിപ്പിക്കുകയാണ്. സർവീസ് റോഡിലെ കുഴികളും അശാസ്ത്രീയതയും നിലനിർത്തുന്നത് ദേശീയപാതയിലൂടെ ദിനവും സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് വാഹനങ്ങളെയും യാത്രക്കാരെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും ഇനിയൊരു അപകടം ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു.
നൂറുകണക്കിന് വാഹനങ്ങൾ, ചെറുതും വലുതുമായ വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന അമ്പല്ലൂർ ദേശീയപാതയിലെ സർവീസ് റോഡിന്റെ ശോചനീയമായ ഒരു അവസ്ഥയാണിത്. പൊട്ടിപ്പൊളിഞ്ഞ ഇത്തരം സ്ലാബുകൾ, ഒപ്പം റോഡിന്റെയും സ്ലാബിന്റെയും ഉയര വ്യത്യാസം, ഇതൊക്കെ നിരവധി അപകടങ്ങൾക്കാണ് കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മയ്ക്ക് സ്കൂട്ടറിൽ നിന്ന് വീണ് ലോറിക്കടിയിൽപ്പെട്ട് ദാരുണാന്ത്യം സംഭവിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ കൺമുമ്പിലും ഒരു സ്കൂട്ടർ തെന്നിമറിഞ്ഞ് വലിയ ഒരു അപകടത്തിന്റെ സാധ്യതയുണ്ടായി. നോക്കൂ, ഈ ഇത്തരം സ്ലാബുകൾ, ഇത് ആരാണ് ഇത് മൂടേണ്ടത്, അല്ലെങ്കിൽ ആരാണ് ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കേണ്ടതെന്ന വ്യക്തതയില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനിയും അധികൃതർ കണ്ണു തുറക്കാൻ എത്ര ജീവനുകൾ പൊലിയേണ്ടി വരും? ഏതായാലും അധികൃതർ കണ്ണു തുറന്നേ മതിയാകൂ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.